നമസ്കാരം. ഓണമൊക്കെ അല്ലേ, രണ്ട് ഓണവർത്താനം പറഞ്ഞാണെന്ന് വിചാരിച്ചു. ഓണത്തിന് ഒരേ സമയം ചരിത്രവുമുണ്ട്, അതേസമയം മിത്തുകളുമുണ്ട്. നമുക്കിന്ന് എല്ലാം ഒന്ന് പറഞ്ഞു നോക്കാം നമ്മുടെ റൈറ്റ് ഹൗസിലൂടെ. അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരളത്തില് ഒരു പ്രമുഖ സ്കൂളിലെ അധ്യാപിക വിദ്യാർത്ഥികൾക്ക് അയച്ച ഒരു സന്ദേശം നമ്മളൊക്കെ കേട്ടത്. നമ്മുടെ മതത്തിന്റെ ആഘോഷമല്ല ഓണം, അതുകൊണ്ട് ആരും ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നേരെ മറിച്ച് അതേ മതത്തിലുള്ള ആളുകൾ ഓണത്തിന്റെ ദിവസം കുറി തൊട്ട് മുണ്ടെടുത്ത് വന്ന് എന്നോടൊപ്പം ആഘോഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരാധനയായാലും ഓണത്തിന്റെ ആ സെറ്റ് സാരിയെ കൊടുത്തിട്ട് സ്ത്രീകളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണുന്നത്. ഒരു മലയാളിത്തം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഭംഗി. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഓണം മലയാളികളുടെ ആഘോഷം എന്നാണ് പറയപ്പെടുന്നത്. മലയാളികളുടെ ഐക്യത്തിന്റെ പ്രതീകം എന്നൊക്കെ ഇതിന് പറയുമ്പോൾ ഏതാണ് ഈ ഐക്യം? ഒരു ഭാഗത്ത് രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി തിരിഞ്ഞ് ചേരി തിരിഞ്ഞ് വെട്ടുകയും കുത്തുകയും ചെയ്യുന്നതിന്റെ പേരാണോ ഐക്യം? മറുവശത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നതാണോ ഐക്യം? എവിടെയും ഞാൻ ഐക്യം കണ്ടില്ല. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം ഒരു ഉസ്താദിന്റെ പ്രസംഗം കേൾപ്പിക്കുന്നു. അതിൽ അദ്ദേഹം പറയാണ് മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതിരിക്കണം, അതിനു വേണ്ടിയിട്ട് ക്രിസ്മസിന് കേക്ക് കഴിക്കാൻ വിളിച്ചാൽ വായിൽ മുട്ടായിട്ടിട്ട് പോയിട്ട് ഇപ്പൊ തിന്നുപോയി, അതുകൊണ്ട് ഈ വേണ്ട എന്ന് പറഞ്ഞ് ഊരണം എന്നൊക്കെ പറയുന്നത് പോലും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോ ഐക്യത്തിന്റെ കാര്യമൊന്നും അധികം പറയാത്തായിരിക്കും നല്ലത്. എന്നിരുന്നാലും ഓണത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പേ ഓണവുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ വസ്തുതകൾ ഒന്ന് പരിശോധിക്കാം. ഇവിടെ ഇപ്പൊ ഓണം എന്ന് പറയുന്ന സത്യത്തില് ഒരു മതത്തിന്റെ ആഘോഷമാണ്. ചില സ്ഥലങ്ങളിൽ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. അതിലേറെ ഓണാഘോഷങ്ങൾ നടക്കുന്നത് ക്ലബ്ബുകൾ, നാട്ടുകൂട്ടങ്ങൾ, കൂട്ടായ്മകൾ, അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലാണ്. ആ സ്ഥിതിക്ക് ഇത് മതത്തിന്റെ മാത്രമേ എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ കേരളത്തിന്റെ ഒരു വിളവെടുപ്പിന്റെ ഉത്സവമാണ് എന്ന് പറയുന്നതിലുപരി ഇത് കേരളത്തിന്റെ വാണിജ്യോത്സവമാണ് എന്നുള്ളതാണ് ചരിത്ര സത്യം. പക്ഷെ അവിടെ ചോദ്യമുള്ളത് മഹാബലിയാണ്. മഹാബലി എന്ന ഒരാൾ ഉണ്ടായിരുന്നോ, അങ്ങനെ ആളെ താഴ്ത്തിയതിന്റെ ഓർമ്മയാണോ ഇത് എന്നൊക്കെയുള്ള പ്രസക്തമായ ചോദ്യങ്ങളുണ്ട്. അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഓണത്തിന്റെ ഏറ്റവും പഴയ ചരിത്രവും മിത്തും മുതൽ തുടങ്ങണം. ചരിത്രത്തിന് എഴുതപ്പെട്ട തെളിവുകൾ ഉണ്ടാകുമ്പോൾ മിത്ത് വാമൊഴികളിലൂടെ ഇങ്ങനെ പടർന്നു വരികയാണ് ചെയ്യുക. ഇത് രണ്ടും പരിശോധിച്ചാലേ ഓണത്തിന് നമുക്കൊന്ന് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആസ് എ മലയാളി നമ്മളതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതുമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ മരുതൈ മരുത്തനാൽ എന്ന് പറഞ്ഞ ഒരു കവി പണ്ട് ചോഴ രാജ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഒന്നായിരുന്നു മധുരൈ കാഞ്ചി എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തില് ഇന്ദ്രവിഴ എന്നൊരു ആഘോഷം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടായിട്ട് പറയുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും ഇന്ദ്രവിഴയുടെ എല്ലാ കെട്ടുമട്ടുകളും ഓണവുമായിട്ട് വല്ലാതെ സിമിലറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഭക്ഷണം കൊടുക്കുന്നതും പൂവ് ഒരുക്കുന്നതൊക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓണത്തിന്റെ ചരിത്രം അത്ര മുതൽ പഴക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഓണം ഇന്നും ഇതിൽ തുടങ്ങിയ ഒരു ആഘോഷമല്ല. പക്ഷെ ഇതിലേക്ക് എപ്പോഴാണ് മാവേലി അതുപോലുള്ള കാര്യങ്ങൾ കടന്നു വന്നത് എന്ന് നമുക്കറിയില്ല. ഇപ്പൊ നമുക്കറിയാം, എല്ലാ കടകളുടെയും മുമ്പിൽ ഓണത്തിന്റെ ഓഫറിന്റെ പോസ്റ്ററുകളായിരിക്കും. അവിടെ കാണുന്ന മാവേലി ആരാണ്? വളരെ വലിയൊരു ശരീരം, അതൊരു വലിയൊരു വയറ്, അങ്ങേയറ്റം വെളുപ്പിക്കാവുന്നത്രയും വെളുപ്പിച്ച് കിരീടം ചൂടി പൂണൂൽ ധരിച്ച് ഓലക്കൂടെ ചൂടി വരുന്ന ഒരു കുറച്ചൊക്കെ ഒരു കോമാളിവൽക്കരിക്കപ്പെട്ടതുപോലെ ഉണ്ടോ മാവേലിയെ? പലയിടങ്ങളിലും മാവേലി അങ്ങനെ തന്നെയാണ് പ്രസന്റ് ചെയ്യാറുള്ളത്. പക്ഷെ ചരിത്രത്തിൽ അതല്ലായിരുന്നു മാവേലി. അതറിയണമെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ പോലെ ഓണത്തിന്റെ പഴയ കാലങ്ങൾ തുടങ്ങണം. ആദ്യമായിട്ട് നമുക്ക് വേദങ്ങൾ പരിശോധിക്കാം. ഇത് കേട്ടോളൂ, വേദങ്ങളിൽ ഒന്നും തന്നെ ഓണത്തെക്കുറിച്ചോ മഹാബലിയെ കുറിച്ചോ പ്രതിപാദിക്കുന്നില്ല. പക്ഷെ മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതത്തിന്റെ ശാന്തി പർവ്വത്തില് മഹാബലിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ വനപർവ്വതത്തിന്റെ 270-ാം അധ്യായത്തില് മഹാബലിയുടെ നിലനിൽപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും പരിശോധിക്കുകയാണെങ്കിൽ രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ ഇങ്ങനെ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതിയൊരു ഹിന്ദു ഗ്രന്ഥം എന്ന് പറയാൻ നമുക്ക് പറ്റുന്നത് ഭാഗവതത്തെയാണ്. ഭാഗവതത്തിലെ സ്കന്ദ പുരാണത്തില് മഹാബലി എന്ന രാജാവിന്റെ കഥകളും പറയുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഈ പുസ്തകങ്ങളിൽ നിന്നല്ല. വെട്ടം മാണി എന്നൊരു എഴുത്തുകാരൻ എഴുതിയ പൗരാണിക് എൻസൈക്ലോപീഡിയ എന്ന പുസ്തകത്തില് മഹാബലിയുടെ എങ്ങനെയാണ് വംശപരമ്പര വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ വിഷ്ണു പുരാണത്തിലും പറയുന്നത് വളരെ സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. അതിങ്ങനെയാണ്: ബ്രഹ്മാവിന്റെ പേരക്കുട്ടിയായിട്ടുള്ള കശ്യപൻ, അദ്ദേഹത്തിന് 2 ഭാര്യമാർ തിഥി, ആദിതി. തിഥിയിൽ ഉണ്ടാവുന്നതെല്ലാം അസുരപുത്രന്മാരും ആദിതിയിൽ ഉണ്ടാവുന്നതെല്ലാം ദേവപുത്രന്മാരുമാണ്. അങ്ങനെ ഉണ്ടാവുന്ന ആദിതി അന്ന് തന്നെ മഹാവിഷ്ണുവിനെ തന്റെ മകനായി ലഭിക്കാൻ വേണ്ടി തപസ് ചെയ്ത് കിട്ടുന്ന പുത്രനാണ് വാമനൻ. ഇതേസമയം തിഥിക്കുണ്ടാവുന്ന മക്കളില് 2ാമത്തെ തലമുറയിൽ പ്രഹ്ലാദൻ വരുന്നു. പ്രഹ്ലാദൻ ഒരു മഹാവിഷ്ണു ഭക്തനാണ്. അതുപോലെ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിട്ടുള്ള മഹാബലി എന്ന ചക്രവർത്തി ഒരു വിഷ്ണു ഭക്തനാണ്. അതിലുപരി അദ്ദേഹം സന്മാർഗികമായിട്ടുള്ള കാര്യങ്ങളോട് പ്രവർത്തിക്കുന്ന ഒരാളുമാണ്. അപ്പൊ ഈ 2 വിഷ്ണു ഭക്തന്മാരെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഏകദേശം 2-3 തലമുറ താഴേക്ക് വന്നു. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ മഹാബലിയുടെ മുത്തച്ഛനായിട്ടാണ് വാമനൻ വരുന്നത് എന്നാണ് വിഷ്ണു പുരാണ പ്രകാരം ഒക്കെ നമുക്ക് പറയാൻ കഴിയുന്നത്.
ഇനി മറ്റൊരു രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ കോൺട്രവേഴ്സൽ ടോക്ക് ഉണ്ട്. വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണ് വാമനൻ, 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. അപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട 5ാമത്തെ അവതാരം എങ്ങനെ 6ാമത്തെ അവതാരം സൃഷ്ടിച്ച നാട്ടിലെ രാജാവിനെ വന്ന് ചവിട്ടി താഴ്ത്തി? ഇതൊരു കെട്ടുകഥയല്ലേ എന്നുള്ളത്. അതിന് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായി എന്ന് പറയുന്നത് പിന്നീട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അന്ന് കേരളമല്ല ചേരളമായിരുന്നു. ചേര രാജാക്കന്മാരാണ് ഭരിക്കപ്പെട്ടിരുന്നായിരുന്നു കേരളത്തിന്റെ ഇന്നത്തെ ഭാഗവും തമിഴ്നാടിന്റെ കർണാടകയിലെ പല ഭാഗവും. അതായിരുന്നു ചേരളം. പിന്നീട് ആര്യന്മാരുടെ കടന്നുവരവും ബ്രാഹ്മണവൽക്കരിക്കും ഉണ്ടായപ്പോൾ ചേരളം കേരളമായി മാറി. അതിൽ വേദങ്ങൾക്ക് പങ്കുവഹിച്ചു. അതിൽ പരശുരാമനും പങ്കുണ്ടായിരുന്നു. പരശുരാമന്റെ വേദങ്ങളെയാണ് അവിടെ മഴുകൊണ്ട് സൂചിപ്പിക്കുന്നത് അത്രേ. അപ്പൊ വേദങ്ങളാൽ ഇതിനെ പകത്ത് മാറ്റി എന്നുള്ളതാണ് അവിടെ ഒരു വശം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ കേരളം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി ശരിക്കൊന്ന് ചരിത്രം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ മഹാബലിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും മഹാബലി കേരളം എന്ന പ്രദേശം ഭരിച്ചിരുന്നതായിട്ട് എവിടെയും പറയുന്നില്ല. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ചധികം ചരിത്ര വസ്തുതകൾ പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം മഹാബലിയുടെ കഥ 2 രീതിയിലാണ് കേരളത്തിൽ പ്രചരിച്ചിരിക്കുന്നത്. അതൊന്ന് പറയാം. അക്കാലത്ത് മഹാബലി എന്ന അസുര ചക്രവർത്തി കേരളം നല്ല ജിഞ്ചിനാക്കിടിയായിട്ട് ഭരിക്കുകയായിരുന്നു. ഇത് കണ്ട് അസൂയ മൂത്ത ദേവന്മാര് വിഷ്ണുവിനോട് പോയിട്ട് കംപ്ലൈന്റ് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് അസൂയ ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതൊരു വശം. മറ്റൊരു വശത്ത് അമരനായിരുന്ന മഹാബലിയുടെ അഹങ്കാരം സഹിക്കവയ്യാതെ ദേവകൾ ചെന്ന് വിഷ്ണുവിനോട് പരാതി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. 2 കാരണമായാലും നേരിട്ടൊരു യുദ്ധത്തിന് വിഷ്ണു മഹാബലിയുമായിട്ട് തയ്യാറാവുന്നില്ല. ബിക്കോസ് ഭക്തനാണ്, ഫൈറ്റ് ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് പുള്ളി വേഷം മാറി വാമനനായി വന്നു. അങ്ങനെ വാമനൻ ഒരു ബ്രാഹ്മണ കുട്ടിയുടെ രൂപത്തില് മഹാബലിയുടെ കൊട്ടാരത്തിലേക്ക് എത്തി. അന്ന് അവിടെ വിശ്വജിത്ത് എന്നൊരു യാഗം നടക്കുകയാണ്. അന്ന് ശുക്രാചാര്യരാണ് ആ യാഗത്തിന് നേതൃത്വം വഹിക്കുന്നത്. ശുക്രാചാര്യർക്ക് മനസ്സിലായി ഈ ബ്രാഹ്മണനായിട്ട് വന്നിരിക്കുന്ന കുട്ടിയിൽ എന്തോ ഒരു ട്രാപ്പ് ഉണ്ടെന്ന് മനസ്സിലായിട്ട് മഹാബലിയോട് പറഞ്ഞു, ഇത് കൊടുക്കണ്ട, ഭിക്ഷ കൊടുക്കണ്ട, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോ മഹാബലി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, അതല്ലല്ലോ നാട്ടു നടപ്പ്, ബ്രാഹ്മണ കുട്ടിയാണ് വന്ന് ചോദിക്കുന്നത്, യാഗം നടക്കുന്ന സ്ഥലമാണ്, കൊടുക്കാതിരിക്കാൻ നിയമപരമായിട്ട് വകുപ്പ് നമുക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുക്കാൻ പോയപ്പോ ഈ ഗുരു വീണ്ടും തടയാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണന്റെ കാല് കഴുകാൻ വെച്ചിരുന്ന കിണ്ടിക്കകത്ത് തവളയായിട്ട് ചെന്ന് അത് തടയാൻ നോക്കി. അന്നേരം ആ ബ്രാഹ്മണനായി വന്ന വ്യക്തിക്ക്, അതായത് വാമനൻ എന്ന് മനസ്സിലായിട്ട് ദർഭപുല്ലാൻ കുത്തി ഈ പറഞ്ഞ തവളയുടെ കണ്ണില്ലാതായി കളഞ്ഞു. ഇങ്ങനെയും പറയുന്നുണ്ട്. ശേഷം കാല് കഴുകി എന്ത് ഭിക്ഷയാണ് അങ്ങേക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞു. മഹാബലിയെ സംബന്ധിച്ചോളം 3 അടി മണ്ണ് എന്ന് പറയുന്നത് ഒരു മിഠായി കൊടുക്കുന്ന പ്രശ്നം പോലും ഇല്ല. കാരണം അത്രയും ഏക്കർ സ്ഥലമല്ലേ കിടക്കുന്നത്. എടുത്തോളൂ, ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞു. പക്ഷേ പ്രശ്നമായി. ഇപ്പൊ നോക്കുമ്പോഴാണ് ഈ കുഞ്ഞു പയ്യൻ അങ്ങോട്ട് ജൈന്റ് ആയിട്ട് വളർന്ന് 2 അടി കടന്നപ്പോഴേക്കും ആകാശവും ഭൂമിയും പാതാളവും ക്ലിയർ. പിന്നെ ഒന്നും സ്ഥലമില്ല. ഇവിടെയുണ്ട് 2 വർത്തമാനങ്ങൾ. ഒന്ന് പറയുന്നത് മഹാബലിക്ക് മനസ്സിലായി തന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ തന്റെ ഇഷ്ടദേവൻ വന്നതാണെന്ന് കരുതി തല വെച്ചു കൊടുത്തു കാല് വെക്കാൻ എന്നൊരു വശം. മൂലം അദ്ദേഹത്തെ പാതാളത്തിലേക്കല്ല അയച്ചത്, അദ്ദേഹത്തെ അയച്ചത് സുധനം എന്ന പറഞ്ഞ സ്വർഗീയമായ മറ്റൊരു സ്ഥലത്തേക്കാണ് അയച്ചത് എന്നും അവിടെ മഹാവിഷ്ണു തന്നെ ദ്വാരപാലകൻ അഥവാ കാവൽക്കാരനായിട്ട് നിന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു വശം എന്ന് പറയുന്നത് ഇത് മനസ്സിലാവാതെ ഇനി സ്ഥലം വെക്കാനൊന്നുമില്ല, എന്റെ തല തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ് ബ്രാഹ്മണന് ഭിക്ഷ കൊടുക്കേണ്ട ധർമ്മം പാലിക്കാൻ തല വെച്ച് കൊടുത്തപ്പോ ട്രാപ്പ് ചെയ്യാൻ വന്ന മഹാവിഷ്ണുവിന്റെ അവതാരം ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൽ ഐതിഹ്യം. പക്ഷെ അവിടെയും ശ്രദ്ധിക്കണം, ഈ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാലും അദ്ദേഹം കേരളം ഭരിച്ചതായിട്ട് പറയുന്നില്ല. മറ്റു ചില ചരിത്രകാരന്മാരുടെ വായന കൂടെ ചേർത്ത് വായിച്ചാൽ അദ്ദേഹം ഇറാൻ പോലുള്ള പ്രവിശ്യകളിൽ എവിടെയാണ് മഹാബലി എന്ന രാജാവ് ഉണ്ടായിരുന്നത്. മറ്റു ചില പ്രഭാഷകർ പറയുന്നത് സദ്ദാം ഹുസൈനുമായിട്ട് വരെ ചിലപ്പോൾ വംശപരമായ ബന്ധം ഉണ്ടാവാം, കാരണം ജീവിച്ചിരുന്ന അവിടെയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഈ മഹാബലി ഇങ്ങോട്ട് കൊണ്ടുവന്നതും മഹാബലിയെ മലയാളിവൽക്കരിച്ചതും രൂപം മാറ്റിയതും ഒക്കെ പിന്നീട് വന്ന ഒരു മോഡിഫിക്കേഷൻ ആണ് എന്ന് തന്നെയാണ് ചരിത്രം നമ്മളെ കാണിച്ചു തരുന്ന തെളിവുകൾ വെച്ച് ചോദ്യം മനസ്സിലാവുന്നത്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഇതൊരു കെട്ടുകഥയല്ലേ എന്നുള്ളത്. അതിനെ എതിർക്കുന്ന ഒരു വാദം വരുന്നത് ഇന്ത്യയിൽ നിന്നല്ല, മറ്റു ചില കോൺട്രിവേഴ്സി തിയറികൾ ഇന്ത്യക്ക് പുറത്തു നിന്നുണ്ടായതാണ്. അതിൽ ജീൻ ഡി മെറ്റ്ലോക്ക് എന്ന് പറയുന്ന ആളുടെ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാതാളം ഉണ്ടായിരുന്നത്രേ. അന്നത്തെ 7 ലോകങ്ങളാണ് ഇന്നത്തെ 7 വൻകരകൾ അത്രേ. അപ്പൊ ആ 7 വൻകരകളിൽ ഇന്ന് മെക്സിക്കോ ഒക്കെ വരുന്ന ഭാഗമാണ് അന്നത്തെ പാതാള ലോകം. അവിടേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നത് തുരങ്കം വഴി അയച്ചു എന്നാണ് അത്രേ. അതായത് അന്ന് ഈ ഇന്ത്യയുടെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് അവിടെ വരെ പോകുന്ന ഭൂഗർഭത്തിലൂടെയുള്ള എന്നാൽ ഭൂമി കേന്ദ്രത്തെ സ്പർശിക്കാത്ത തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് മെറ്റ്ലോക്കിന്റെ വാദം. അത് അദ്ദേഹം പല രീതിയിൽ തെളിയിക്കുന്നുണ്ട്. അപ്പോ ഇത് ഒരു ഇതാണ്, നമുക്ക് അത് എത്രത്തോളം ഒതന്റിക് ആണെന്ന് അറിയില്ല. ഇനി അതിനെ തന്നെ കുറച്ചുകൂടെ സാധൂകരിക്കുന്ന ഒരു വസ്തുത പരിശോധിച്ചു കഴിഞ്ഞാല്
അന്ന് പാതാളം ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ മായാസുരനാണ്. എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അറിയണം? മാത്തമാറ്റിക്സ്, ആർക്കിടെക്ചർ, ഡിസൈൻ എല്ലാം അറിയായിരുന്നു. ഈ മായാസുരൻ അപ്പൊ ഉണ്ടാവേണ്ടത് എവിടെയാ? മെക്സിക്കോയിൽ. ഈ GMT ബൈക്ലോക്കിന്റെ തീയതി ശരിയാണെങ്കിൽ മെക്സിക്കോയിൽ ഉണ്ടാവണം. മെക്സിക്കോയിൽ അന്ന് ഭരിച്ചിരുന്ന ആരാണ്? മായന്മാരാണ്. മായാസുരൻ, മായൻ. എന്തെങ്കിലും തോന്നിയെങ്കിൽ സ്വാഭാവികമായിരിക്കാം, അറിയില്ല. എന്നിരുന്നാലും അങ്ങനെയും ഒരു സാമ്യത അവിടെ കിടപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വേറെയും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ബുക്ക് ഓഫ് ഹിന്ദു മിത്തോളജി എന്നൊരു പുസ്തകം ജോർജ് വില്യംസ് എന്ന് പറഞ്ഞ ആള് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്ത ഈ പുസ്തകത്തിലും ഇതേക്കുറിച്ചുള്ള കുറെ അധികം പ്രതിപാദനങ്ങളുണ്ട്. പിന്നെ ഹിന്ദു മതത്തിൽ മാത്രമാണോ ഈ അവതാരങ്ങളെ കുറിച്ചും വിഷ്ണുവിനെ കുറിച്ചും അതുപോലെ തന്നെ മഹാബലിയെ കുറിച്ചും ഒക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ജൈന മതത്തിൽ പറയുന്നത് പുരുഷദേവന്റെ പത്നിയെ കട്ടുകൊണ്ടുപോകാൻ മഹാബലി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ പുരുഷദേവൻ തന്നെ കൊന്നുകളഞ്ഞ് പാതാളത്തിലേക്ക് അയച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ബുദ്ധ വിശ്വാസങ്ങൾ പ്രകാരം മഹാവിഷ്ണു തുറങ്കലിൽ അടച്ച സ്ഥലമാണ് അത്രേ പാതാളം, ആരെ? മഹാബലിയെ. അങ്ങനെ അദ്ദേഹം തുറങ്കലിലായതാണ് പാതാളത്തിൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ബുദ്ധന്റെ ഉപദേശങ്ങൾക്ക് മഹാബലി കാതോർത്തിരുന്നതായിട്ടും അവരുടെ വിശ്വാസത്തിൽ പറയുന്നുണ്ട്. ഇൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള തിയറികൾ പലതും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് അദ്ദേഹം കേരളം ഭരിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. തമിഴ്നാടിന്റെ ഈ ഭാഗത്തിലൊക്കെ ആചരിച്ചിരുന്ന അപ്പോ ഈ ഓണം എന്താണെന്ന് ചോദിക്കും. ഈ ഓണം ആഘോഷിക്കുന്ന ചിങ്ങമാസത്തിന്റെ സംസ്കൃത നാമം ശ്രാവണം എന്നാണ്. ശ്രാവണം പിന്നീട് പറഞ്ഞു ആവണമായി, ആവണം കൂടി ആണമായി, ആണം ഓണമായതാണ് എന്നതാണ് ഒരു വശം. ഇനി പരിശോധിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്? ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് വെച്ചാൽ മേടം, ഇടവം പോലുള്ള മാസങ്ങളിലൊക്കെ വിളവ് ഇറക്കിയത് കർക്കിടകത്തിൽ പഞ്ഞം കിടന്ന ശേഷം വിളവ് കിട്ടുമ്പോൾ അത് വിറ്റ് പണം വരും. പണം വരണമെങ്കിൽ വിദേശികൾ ഇവിടേക്ക് വരണം. അപ്പൊ കർക്കിടകം കഴിയുമ്പോൾ ചിങ്ങം വന്നാൽ മാനം തെളിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിദേശികൾക്ക് കടൽ കിടന്ന് വരാം. അവർ വന്ന് സ്വർണ്ണ നാണയം നൽകിയിട്ടാണ് ഇതൊക്കെ മേടിക്കുന്നത്. അപ്പൊ സ്വർണ്ണ നാണയം നൽകി ഇത് മേടിക്കുന്നത് കൊണ്ടാണ് പൊന്നിൻ ചിങ്ങം എന്നും പൊന്നോണം എന്നും ഒക്കെ പേരും വന്നത്. അന്ന് അവരൊക്കെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് മുറ്റത്തും വീട്ടിലും പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ ഉണ്ടായത്. പിന്നീടാണ് ഇതിലേക്ക് മറ്റു പല കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായതും. അങ്ങനെ മഹാബലിക്ക് വരെ മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ട് 6 പാക്ക് ജിമ്മനിൽ നിന്നും ഒക്കെ കൂടിയിട്ട് ഇപ്പൊ കാണുന്ന ഈ ഒരു രൂപത്തിലേക്ക് വരെ വന്നത്. എന്നിരുന്നാലും ഇന്ന് ഓണം എങ്ങനെ പോയാലും നമുക്ക് ഓഫറുകൾ ഉറപ്പുള്ള ഒരു കാലഘട്ടമാണ്. എനിക്കറിയില്ല ഏതൊക്കെ കടകളിൽ ഓഫർ ഉണ്ട് എന്നുള്ളത്. ആരെങ്കിലും നമ്മുടെ ചാനലിന് ഒരു പെയ്ഡ് പ്രൊമോഷൻ തരാമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ ഇത് ഒരു ഓഫർ ആരും ഒന്നും തന്നില്ല. സോറി, തുടങ്ങിയ ചാനലല്ലേ, അത്രയ്ക്ക് കിട്ടത്തുള്ളൂ. എന്നിരുന്നാലും ഞാനിപ്പോ പറഞ്ഞ ഈ വസ്തുതകൾ അത്ര സ്കോളർ ലെവലല്ല പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുമില്ല. ഓണം ജസ്റ്റ് ഒരു ചരിത്ര വസ്തുതകളിലൂടെ മലയാളികൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മിത്തോളജിയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓർക്കുക, മിത്തോളജിയാണ് ഞാൻ കൂടുതൽ സംസാരിച്ചത്. അത് എല്ലാം തെളിയിക്കപ്പെട്ടതായിക്കോണമെന്നില്ല, പലതും വാദങ്ങളായി മാറാം. എന്നാലും ചരിത്രപരമായി ഞാൻ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം എഴുതപ്പെട്ടതാണ്. മുമ്പത്തെ വീഡിയോകളിൽ പോലെ ആ പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് വിശ്വാസികൾക്ക് പുതിയൊരു പ്രശ്നമാണ്. അവർ മിത്തോളജിയെ പോലും ചരിത്ര സത്യമായിട്ട് എടുത്തു കണ്ടിട്ടാണ് ഡിബേറ്റ് ചെയ്യാൻ വരാറ്. അങ്ങനെയുള്ള ഡിബേറ്റുകളും സംഭവിച്ചേക്കാം. എന്നിരുന്നാലും എല്ലാവരും ഓണം സമ്പൽ സമൃദ്ധിയുടെ ഒരു ആഘോഷമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പണ്ടൊക്കെ നമ്മുടെ മുറ്റത്തെ പൂക്കൾ അരളിയും മുല്ലയും എല്ലാം നുള്ളിയെടുത്ത് നമ്മൾ പൂക്കളം ഒരുക്കുമായിരുന്നു. പൂവിനെ ഒരുപാടി നമ്മൾ പോയി പൂ പറിക്കുമായിരുന്നു. അങ്ങനെ പാടിയിൽ പൂ വാടിപ്പോകുമെന്ന് നമ്മൾ വിശ്വസിക്കുമായിരുന്നു. ഇന്നിപ്പോ അതൊന്നുമില്ല, അങ്ങനെ പാടുന്നുമില്ല. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും കേട്ട് നമുക്ക് വേണ്ട പൂക്കൾ വരുന്നുണ്ട്. അവരും കാത്തിരിക്കുകയാണ് ഓണത്തിന് വേണ്ടിയിട്ട്. കാരണം ഈ സമയത്ത് വേണം അവരുടെ ചെണ്ടുമല്ലിയും ഒക്കെ വിറ്റ് അവർക്കും പണം ഉണ്ടാക്കി അവരെ കുടുംബം വളർത്താൻ. അപ്പോ ഓണം കൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ട്. ഈ കഴിഞ്ഞ കർക്കിടക മാസത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാട്ടിലെ കടകളിൽ അല്ലെങ്കിൽ കട നടത്തുന്നവരാണെങ്കിൽ പല കച്ചവടങ്ങളും വളരെ പിന്നോട്ടായിരിക്കും. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ആളുകൾ വളരെ അത്യാവശ്യത്തിന് പുറത്തിറങ്ങി സാധനം മേടിക്കാനും ഷോപ്പിങ്ങിനും ഒക്കെ നിൽക്കണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ്സ് പോലുള്ളവര് കടകളൊക്കെ വളരെ ബുദ്ധിമുട്ടിയതൊക്കെ മാറി എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവട്ടെ. ഓണം കൊണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവരുടെയും കച്ചവടമൊക്കെ പൊടി പിടിക്കട്ടെ, ആഘോഷങ്ങൾ അടിപൊളിയാവട്ടെ. എല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് നല്ല സെറ്റ് സാരി കൊടുത്ത് ഓണം ആഘോഷിക്കുക, നല്ല നല്ല പൂക്കൾ ഇടുക. സന്തോഷം നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.